ഇത്രമാത്രം പേടിച്ചു വിറച്ച് കല്യാണപ്പന്തലിലേക്ക് ഇറങ്ങാൻ ഇത് നിന്റെ ആദ്യത്തെ കല്യാണമൊന്നും അല്ലല്ലോ, രണ്ടാം കല്യാണമല്ലേ? മുഹൂർത്തത്തിന് സമയമെടുത്തതും ശരീരമാകെ വിറച്ച് പരവേശത്തോടെ ദീപയെ ആകെ ഒന്നൊഴിഞ്ഞ് ഒരു പരിഹാസത്തിലാണ് അമ്മായിയുടെ ചോദ്യം. അവരോട് പറയാൻ മറുപടിയൊന്നും നേരത്തെ കരുതി വെക്കാത്തതിനാൽ നിശബ്ദമായി ഉള്ളിലെ പരിഭ്രമം അടക്കി ദീപ ഇരുന്നതും അമ്മായിയും കൂടെയുള്ള മറ്റ് സ്ത്രീകളും അവളുടെ ചാരെ അവളോടൊട്ടിയിരുന്നു. ദീപേ, ശബ്ദമൊന്ന് മയപ്പെടുത്തി അമ്മായി വിളിച്ചതും കുനിച്ചു പിടിച്ച തന്റെ മുഖം ശ്രമപ്പെട്ടുയർത്തി അവരെ നോക്കി ദീപ. ആദ്യമായി കല്യാണം കഴിച്ച ആണൊരുത്തൻ്റെ കൂടെ പോകുന്നൊരു പെൺകുട്ടിക്ക് വീട്ടുകാർ നൽകുന്ന ഉപദേശങ്ങളെല്ലാം 2 കൊല്ലം മുന്നേ നിനക്ക് നൽകിയതാണ് ഞങ്ങൾ. ഇനി അതൊന്നും ഒരിക്കൽ കൂടി നിനക്കാരും പറഞ്ഞു തരേണ്ടതില്ല. ഒന്ന് കെട്ടിയതിൻ്റെയും ആണൊരുത്തൻ്റെ കൂടെ 5-6 മാസം പുറത്തതിൻ്റെ എല്ലാ എക്സ്പീരിയൻസ് ഉള്ള നിനക്കിനി ആരുടെ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. ഒന്ന് മാത്രം ഓർത്താൽ മതി, നീനി ചെന്ന് കയറുന്ന ഇടമാണ് ഇന്നു മുതൽ നിന്റെ വീട്. ഇഷ്ടമില്ലാത്തത് പലതും കൺമുന്നിൽ കാണും. അതെല്ലാം കണ്ടില്ല എന്ന് നടിച്ച് എങ്ങനെയെങ്കിലും അവിടെ ഇനിയുള്ള ജീവിതം ജീവിച്ചു തീർക്കാൻ നോക്കണം. തൊട്ടതിനും പിടിച്ചതിനുമൊന്നും ഇങ്ങോട്ട് ഓടി വരരുത്. ഇവിടെ നീ മാത്രമല്ല മകളായിട്ടുള്ളത്, മറന്നു പോണ്ടത്. ഇനിയെങ്കിലും. ഒരു ഉപദേശ രൂപേണ അമ്മായി കാര്യങ്ങൾ ഓരോന്നും വ്യക്തമായി പറഞ്ഞു തീരുമ്പോൾ ദീപ കാണുന്നുണ്ട് തൻ്റെ കണ്ണിൽപ്പെടാതെ വാതിലിനപ്പുറം മറഞ്ഞു നിൽക്കുന്ന സ്വന്തം അമ്മയെ. അമ്മായി ഇത്ര നേരം തന്നോട് പറഞ്ഞതൊക്കെയും അമ്മായിയെ തന്നോട് പറയാനായി അമ്മ ഏൽപ്പിച്ച കാര്യങ്ങളായിരുന്നുവെന്ന തിരിച്ചറിവിൽ ഉള്ളിൽ വേദന നിറയുമ്പോഴും ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരിയൊന്ന് നിറച്ചു വെച്ചവൾ. അമ്മ ആദ്യവും ഇങ്ങനെ തന്നെയാണ്. നേരിട്ടൊരു കാര്യവും തന്നോട് പറയില്ല. എല്ലാ കാര്യവും തന്നോട് പറയാൻ ആരെയെങ്കിലും ചുമതലപ്പെടുത്തുകയാണ് പതിവ്. അതുപോലെ തന്നെ നേരിട്ട് ഇന്നേ വരെ തൻ്റെ കാര്യങ്ങളൊന്നും തന്നോട് ചോദിച്ചിട്ടില്ല. മറ്റുള്ളവർ തന്നെപ്പറ്റി പറയുന്നതാണ് അമ്മയ്ക്ക് തന്നെപ്പറ്റി അറിയുക. വേദന മറച്ച പുഞ്ചിരിക്കിടയിൽ ചിന്തിച്ചുപോയി ദീപ. കുറേ നേരം ആയല്ലോ ഈ വേഷം കെട്ട് തുടങ്ങിയിട്ട്. ഇനി മതി, മുഹൂർത്തമായി. എണീറ്റ് വാ, പെണ്ണിനെയും കൂട്ടി എല്ലാവരും. വേഗം ആവട്ടെ, സമയം പോകുന്നു. ബന്ധുക്കളോട് ദേഷ്യത്തിൽ കൽപ്പിക്കുന്നത് തൻ്റെ സ്വന്തം അച്ഛനാണ്. അറിയാതെ പോലും ഒരു നോട്ടം അച്ഛൻ തനിക്കായി നൽകുന്നില്ല എന്നറിവിൽ മനസ്സിലെ മുറിവിൽ രക്തം പൊടിഞ്ഞുവെങ്കിലും പുറത്താരും അത് കാണാതെ നെഞ്ചിലൊതുക്കിയ വേദനയവൾ. ഒരു 2ാം കല്യാണത്തിന് ഇത്രയൊക്കെ ആർഭാടം കാണിക്കേണ്ട കാര്യമുണ്ടോ? അതുമല്ല, ഈ പൈസയൊക്കെ മുടക്കിയത് ആ കല്യാണച്ചക്കനാണ്. ഓൻ്റെ ആദ്യത്തെ കല്യാണമാണിത്. പെണ്ണിൻ്റെ ചന്തം കണ്ടിട്ട് തന്നെയാകും ഈ ചക്കനും വീണത്. ചന്തം കണ്ടിട്ടാണെന്ന് വല്ല പറയേണ്ട കാര്യമൊന്നുമില്ല. സത്യം അതുതന്നെയല്ലേ? ഒന്ന് കെട്ടി അവൻ്റെ ഒപ്പം 5-6 മാസം താമസിച്ച പെണ്ണാണിതെന്ന് അവളെ കണ്ടാ പറയോ? എന്തൊരു ഭംഗിയാണ് അവളുടെ മുഖത്തിനും ശരീരത്തിനും. ആരാണെങ്കിലും കൊത്തിക്കൊണ്ടുപോകും പെണ്ണിനെ. പന്തലിലേക്ക് ഇറങ്ങുമ്പോൾ ആരെല്ലാമോ അടക്കി പിടിച്ച് പറയുന്നത് കാതിൽ വീണതും അവളിലൊരു പുച്ഛച്ചിരി തെളിഞ്ഞു മാഞ്ഞു. തൊട്ടരികിലിരിക്കുന്നവൻ്റെ ഗന്ധം മൂക്കിനുള്ളിലേക്ക് അരിച്ചു കയറിയിട്ടും അവനെയൊന്നും നോക്കാനായി മുഖം ഉയർത്തിയില്ല ദീപ. താലികെട്ടും ചടങ്ങും കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി അവൻ്റെ വീട്ടിലെത്തിയിട്ട് സമയമേറെയായി. ഈ നേരം വരെ അവൻ്റെ മുഖം കണ്ടിട്ടില്ല അവൾ. താലി കെട്ടും നേരം കൈകൾ കൂപ്പി കണ്ണടച്ചിരുന്നു അവൾ. അതിനുശേഷം തല ഉയർത്തിയിട്ടേയില്ല. ദീപേ, അരികെ ചേർന്നിരുന്നവൻ കനത്ത ശബ്ദത്തിൽ വിളിച്ചതും ഞെട്ടലോടെ മുഖം ഉയർത്തിപ്പോയി ദീപ. ഒന്ന് ഞെട്ടിയവൾ അരികെ നിൽക്കുന്നവനെ കണ്ട്. ഓർമ്മയുണ്ടോ നിനക്കെന്നെ? പരുക്കൻ ശബ്ദത്തിൽ അവൻ ചോദിച്ചതറിയാതെ തന്നെ തലയിളക്കിയവൾ. ഇനി എന്നാണ് ദീപേ നീ വാ തുറന്ന് മിണ്ടാനും മനുഷ്യരുടെ മുഖത്ത് നോക്കി നോക്കി സംസാരിക്കാനും പഠിക്കുന്നത്? ഇത്രയെല്ലാം അനുഭവിച്ചിട്ടും പഠിച്ചില്ലേ നീ? അരികിൽ നിൽക്കുന്നവൻ ചോദിച്ചതും ദീപയുടെ നിറമിഴികൾ തുളുമ്പി കവിളിലേക്ക് ഇറ്റു വീണു. ഇവിടെ ഇനി ഫംഗ്ഷനൊന്നുമില്ല കല്യാണത്തിൻ്റെ. നിനക്ക് നല്ല ക്ഷീണമുണ്ട്, ഒന്നുറങ്ങിക്കോ നീ. അലിവോടെ പറയുന്നവൻ്റെ നോട്ടം വീണ്ടും തൻ്റെ മുഖത്തേക്കെത്തിയതും മറുത്തൊന്നും പറയാതെ കട്ടിലിലേക്ക് കിടന്നു അവൾ. അവൾക്കൊപ്പം തന്നെ അവളോട് ചേർന്നവനും കയറി കിടന്നതും ശാന്തമായ മനസ്സോടെ കണ്ണടച്ചു അവൾ. തൻ്റെ മുടിക്കുള്ളിലൂടെ അയാളുടെ പരുക്കൻ കൈവിരൽ തലോടി കടന്നു പോകുമ്പോൾ അവൾ ഓർത്തത് അയാളെപ്പറ്റിയാണ്. സന്ദീപ് സുധാകരൻ, ടൗൺ CI. അച്ഛനും അമ്മയ്ക്കും അവരുടെ താൽപ്പര്യത്തോടെ അല്ലാതെ അവർക്കിടയിലേക്ക് ജനിച്ചു വീണ തന്നോടെന്നും ദേഷ്യവും വെറുപ്പും മാത്രമാണ്. ആഗ്രഹിക്കാതെ തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നവളെ ഒരു മനുഷ്യ ജീവനായി പോലും പരിഗണിച്ചിട്ടില്ല അവർ. അവരുടെ ആ അവഗണന തന്നെയാണ് ജയൻ മുതലെടുത്തതും. ദീപയുടെ ആദ്യ ഭർത്താവാണ് ജയൻ. ഒരു സ്ത്രീയോടൊപ്പം ജീവിക്കാനോ അവളെ ശാരീരികമായി തൃപ്തിപ്പെടുത്താനോ തനിക്ക് കഴിയില്ല എന്നറിഞ്ഞു തന്നെയാണവൻ ദീപയെ വിവാഹം കഴിച്ചത്. വിവാഹശേഷം തൻ്റെ കഴിവുകേട് ദീപയിൽ നിന്നും മറച്ചു പിടിക്കാനായി അവളെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു ജയൻ. അവൾക്കായി ചോദിക്കാൻ ആരും വരില്ല എന്ന ഉറപ്പിൽ തന്നെ. അങ്ങനെ വരുന്നവരായിരുന്നെങ്കിൽ
തന്നിൽ നിന്ന് രക്ഷ നേടി സ്വന്തം വീട്ടിലേക്ക് ചെന്നവളെ കാര്യകാരണം പോലും തിരക്കാതെ അവൻ അരികിലേക്ക് അപ്പോൾ തന്നെ തിരിച്ചയക്കില്ലായിരുന്നല്ലോ. വേദനകൾ സഹിച്ചു മടുത്ത ഒടുവിൽ ആത്മഹത്യ ചെയ്യാൻ പുഴയിലേക്ക് ചാടിയ ദീപയെ രക്ഷിച്ചത് സന്ദീപാണ്. അന്നത്തെ അവൻ്റെ ഇടപെടലോടെയാണ് ജയൻ ദീപയ്ക്ക് ഡിവോഴ്സ് നൽകി ബന്ധം വേർപെടുത്തിയതും. ഓർമ്മകൾക്കിടയിൽ എപ്പോഴും ഗാഠമായൊരു ഉറക്കത്തിലേക്കാഴ്ന്ന ദീപ പിന്നെ ഉണരുന്നത് സന്ദീപിൻ്റെ ഉറക്കെയുള്ള സംസാരത്തിലാണ്. നിങ്ങളുടെ മകളാണെന്ന അവളുടെ സ്ഥാനം അവിടെ നിങ്ങളുടെ വീട്ടിൽ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടാണ് ഞാൻ അവളെ എൻ്റെ ഭാര്യയാക്കിയത്. ജനിപ്പിച്ച മകളോട് ഇന്നേ വരെ ഇത്തിരി കാരുണ്യം കാട്ടുകയോ അവളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവൾക്കൊപ്പം നിൽക്കുകയോ ചെയ്യാത്ത നിങ്ങളൊന്നും അവളെ തിരക്കി ഇനി ഈ വീടിൻ്റെ പടി കയറരുത്. കയറിയാൽ നിങ്ങളുടെ സ്ഥാനം മറക്കും ഞാൻ. മകളെ തിരിഞ്ഞു നോക്കാത്തവർ മരുമകൻ്റെ പണവും ജോലിയും കണ്ട് മകളോട് ബന്ധം പുതുക്കാൻ വന്നേക്കുന്നു. നാണമില്ലാതെ ഇറങ്ങിപ്പൊക്കോണം എൻ്റെ വീട്ടിൽ നിന്നെല്ലാം വേഗം. ദേഷ്യത്തിൽ വിറച്ചു പറയുന്നവനെ ദയനീയമായി നോക്കി അവളുടെ അച്ഛനും അമ്മയും ആ വീടിൻ്റെ പടി നിറകണ്ണോടെ ഇറങ്ങിയതും ഒരു കാറ്റുപോലെ വന്നവൻ്റെ നെഞ്ചിലായി ചേർന്നിരുന്നു ദീപ. തന്നിലേക്ക് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവളെ ഉള്ളു നിറഞ്ഞ സന്തോഷത്തോടെ നോക്കി നിന്നു സന്ദീപും. എന്നോടിങ്ങനെ ഒട്ടിച്ചേർന്നല്ല നിന്നാൽ എൻ്റെ ശരീരത്തിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിൽ നിന്നും പോകും ദീപേ. അങ്ങനെ അത് പോയാൽ പിന്നെ അനുഭവിക്കുന്നത് മുഴുവൻ നീയാവും. ദീപയുടെ കഴുത്തോരം ചുണ്ടമർത്തി സന്ദീപ് പറഞ്ഞതും അവനെ ഒന്നുകൂടി ഇറുക്കി പുണർന്നു ദീപ. നിങ്ങൾ തരുന്നതെന്തോ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് സന്ദീപേട്ടാ. നിങ്ങളുടേതായി മാറാൻ ആഗ്രഹമാണെനിക്ക്, സന്തോഷമാണെനിക്ക്. അവൻ്റെ കഴുത്തോരം മുഖം അമർത്തി ദീപ പറഞ്ഞതും അവളെ കൊതിയോടെയൊന്ന് നോക്കി അവളുമായി സോഫയിലേക്ക് വീണു സന്ദീപ്. ആ വീടിനുള്ളിലാകെ ദീപയുടെ പൊട്ടിച്ചിരികൾ ഉയരുമ്പോൾ അതിനകമ്പടിയോടെ സന്ദീപിൻ്റെ കിതപ്പും ആ വീടിനെയാകെ പുളകം കൊള്ളിച്ചു. പ്രണയിക്കട്ടെ അവർ, പേടിയേതുമില്ല. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.